Oh man, കേറി അങ്ങ് പോവാ. ഹായ് ഗോയ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അൾട്രാവൈറ്റിലെ ഷോറൂമിലാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു അൾട്രാവൈറ്റിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവരുടെ പാടിവത്തത്തുള്ള ഷോറൂമിലാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. സോ നമുക്ക് പണി തുടങ്ങാം. സോ അവരുടെ രണ്ട് മോഡലാണുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇറങ്ങിയ വണ്ടി എന്താ ഡിസൈൻ ഒരു രക്ഷയില്ല, ഭയങ്കര സീംലെസ് ഡിസൈനാണ്. കുറച്ചും കൂടെ അഗ്രസീവ് റൈഡിങ് സ്റ്റൈലിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കണതുകൊണ്ട് ഞാൻ കുറച്ച് അഡ്രിനാലിൻ റഷ്, ആ ഒരു 100 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് നല്ല പൊളിച്ചോടിക്കാൻ പറ്റിയ ഒരു റൈഡിങ് പൊസിഷനോടെയാണ് ഈ ഒരു F77 Mark II അവർ ഇറക്കിയിരിക്കുന്നത്. ഇത് കൂടാണ്ട് അവരുടെ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ വേർഷൻ അല്ലെ, സൂപ്പർ സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററാണ്. കുറച്ചും കൂടെ അപ്രൈറ്റ് ആണ്, ലുക്ക് വൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ ഒരു അഗ്രസീവ് റൈഡിങ് സ്റ്റൈൽ മാറി കുറച്ചും കൂടെ അപ്രൈറ്റ് ആൻഡ് കംഫർട്ടബിൾ റൈഡിങ് പൊസിഷനിലാണ്. അപ്പോൾ അതായത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കണ്ടോ ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററൊക്കെ കണ്ടോ, ഓൾമോസ്റ്റ് നമുക്ക് ആ ഫുഡ് പെക്സ് ഒക്കെ കുറച്ച് റേസ് ചെയ്തിട്ടാണ്, ബട്ട് യെസ് മച്ച് കംഫർട്ടബിൾ ദാൻ Mark II. അപ്പോൾ ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, നല്ല സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാർസ് കൊടുത്തിട്ടുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് നമുക്ക് മെനൂവർ ചെയ്യാനും കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു റൈഡിങ് പോസ്റ്ററിലാണ് ഈ ഒരു സൂപ്പർ സ്ട്രീറ്റ് ഇറക്കിയേക്കണത്. അപ്പോൾ ഇതാണ് രണ്ട് വണ്ടികൾ. അപ്പോൾ നമുക്ക് ഇനി ഈ വണ്ടികൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. സോ ദിസ് ഈസ് ദ സൂപ്പർ സ്ട്രീറ്റ്. നമ്മളപ്പോൾ സൂപ്പർ സ്ട്രീറ്റിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. നമുക്കിതിൽ കുറേ ഫീച്ചേഴ്സ്, റീജൻ 9 ലെവൽ, ട്രാക്ഷൻ 4 ലെവൽ, ABS, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമ്മുടെ റിവേഴ്സ്, പിന്നെ പാർക്ക് അസിസ്റ്റ് ഫ്രണ്ടും ബാക്കും ഉണ്ട്. മോഡ്സ് 3 മോഡ്സ് ഉണ്ട്. നമുക്ക് ബലസ്റ്റിക് ഗ്ലൈഡ്, കോമ്പാക്ട് മോഡുണ്ട്. റീജൻ നമുക്ക് കണ്ടോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അതായത് ശരിക്കും എൻജിൻ ബ്രേക്കിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇതിൻ്റെ ആ ഒരു കൺസോളും. കൂടാതെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അൾട്രാവൈലറ്റിന് ദ F99 അതാണ് ഇപ്പോൾ ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു സ്മോൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. എൻ്റെ ഹൈറ്റ് 5'6" ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, ഒരു കുഴപ്പമില്ലാണ്ട് ഇത് ഈസി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്നും വിഷയമില്ല, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. ഓക്കെ, വിൽ ഫൈൻഡ് സം ഓപ്പൺ റോഡ്. അപ്പോൾ ഇതിൻ്റെ 0 to 60 എന്ന് പറഞ്ഞാൽ 2.8 സെക്കൻഡ്സിലാണ്. ബാലസ്റ്റിക് മോഡ് എന്ന് വെച്ചാൽ അക്രമമായിരിക്കും കേട്ടോ. അതായത് 100 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും 40 bhp ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന. 10.5 kWh ബാറ്ററിയാണ് ഇതിലുള്ള. ബാറ്ററി സെറ്റപ്പ് ഫുൾ ഇതിൻ്റെ അടിയിലായിട്ടാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട് കേട്ടോ. ഉണ്ടോ, മാഗ്നറ്റിക് ആണ്, ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിലെ വണ്ടികൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെന്ന്. ഓക്കെ, 3, 2, 1 ഗോ. ഓനെ ഒരു രക്ഷയില്ലാത്ത ടോർക്ക്, ആ ഫുൾ ടോർക്ക് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഡെലിവറി ചെയ്യും. കൈ കൊടുത്ത വണ്ടി അങ്ങ് കയറി പോണേണ്. ആ ഒരു ഇലക്ട്രിക് വണ്ടികളുടെ മെയിൻ ഫീച്ചറായ ആ ടോർക്ക്, ഇത് ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഡെലിവറി നിങ്ങൾക്ക് കംഫർട്ടബിളായ റൈഡിങ് പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു സൂപ്പർ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോണത് കേട്ടോ. ഭയങ്കര ഈസി ടു റൈഡാണ്. ഇതിന് ഫ്രണ്ട് ബ്രേക്ക് ഇവിടെയും ബാക്ക് ബ്രേക്ക് താങ്ക്ഫുള്ളി താഴെ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ ഇലക്ട്രിക് വണ്ടിയിലും ഇവിടെ ആയിരിക്കും ഫ്രണ്ടും ബാക്കും വന്നത്. അപ്പോൾ അത് മാറിയിട്ട് താഴെ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഫുട്ട് നമ്മുടെ വർക്കിംഗ് ആണ്. അത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് റീജൻ നമുക്കിപ്പോൾ ഓഫാണ്. റീജൻ കൂട്ടിയിട്ടാൽ നമുക്ക് ശരിക്കും ആ എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് കൂട്ടിയിട്ട് കാണിച്ചു. ഇപ്പോൾ R9 ഇപ്പോൾ കണ്ടോ, ഞാൻ ബ്രേക്ക് ചെയ്യണതാണ്, വണ്ടി തന്നെ സ്റ്റോപ്പ് ചെയ്യണണ്ട. ആ എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഈ റീജൻ ഓണാക്കിയിട്ടാണ് കിട്ടും. റീജൻ ഓഫ് ചെയ്തിട്ടാൽ നമുക്ക് സ്മൂത്തായിട്ട് ആ ഒരു ഗ്ലൈഡ് ഇതിങ്ങനെ പോവും. പിന്നെ ഇത് ഒരു അപ്രൈറ്റ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് സിറ്റി ട്രാഫിക്സിലൂടെയൊക്കെ എടുത്തുകൊണ്ടും പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഈസി ടു മെനൂവറാണ്. നമുക്ക് ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ആണ്, ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ എന്താണെന്നുള്ള കാര്യം. മീറ്ററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വിസിബിളാണ്, നല്ല ഫങ്ഷൻസും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാ സാധനവും നമ്മളൊരു യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് പുള്ളി പറഞ്ഞു നമുക്ക് ആ ഒരു ആപ്പ് വെച്ച് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ വൺസ് അഗെയിൻ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് പെർഫോംസ്. ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബാക്ക് ഒരിക്കലും സ്പിൻ ആവില്ല. ABS ഉണ്ട് ഫോർ ബെറ്റർ ബ്രേക്കിംഗ്. ആൻഡ് മാൻ, ദിസ് ഈസ് ഫൺ.
നല്ല രസമായിട്ട് ഓടിക്കാം. പക്ഷേ ഇതിന് വൈബ്രേഷൻസ് ഒന്നും നമ്മൾ അറിയില്ല, ബിക്കോസ് ഇലക്ട്രിക് വണ്ടിയിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സൗണ്ട് വരെ നമ്മൾ കേൾക്കും. അതാണ് വൈബ്രേഷൻസ് ഒന്നും ഇല്ലാണ്ട് അതിന് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ. ഇതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട്, ബ്രേക്കിംഗ് ആയാലും ABS ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ബാലസ്റ്റിക് മോഡാണ്, ഞാൻ ബാലസ്റ്റിക് മോഡിന് താത്തൂല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടോ. എനിക്കൊന്ന് ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് പിന്നെയും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ട്രാക്ഷൻ കൺട്രോൾ ഫുള്ളായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ള ഓപ്ഷൻസൊക്കെ വണ്ടി നിർത്തിയാലേ നമുക്ക് ആ ഓപ്ഷൻസൊക്കെ കാണുള്ളൂ കേട്ടോ. ഹൺഡ്രഡൊക്കെ വെറുതെ പുഷ്പം പോലെയാണ്, പഴം പോലെയാണ് വണ്ടി 100ഒക്കെ കയറി പോണത്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ചാർജിങ് ആയാലും നമുക്ക് ചാർജർ നമ്മളെപ്പോഴും കൈ കൊണ്ട് നടക്കണം. അത്യാവശ്യം വലിയൊരു ചാർജറുണ്ട്, ഫാസ്റ്റ് ചാർജറുണ്ട്, നോർമൽ ചാർജറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കണ്ടോ, മാൻ സൂപ്പർ മെനുവിലിറ്റി എന്ന് വെച്ചാൽ എനിക്ക് ആ ഗിയർ ഡൗണും കൂടെ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആ റീജൻ, നമ്മളിപ്പോൾ നല്ല കയറ്റി ഓടിക്കുകയാണെങ്കിൽ റീജൻ ഓൺ ആക്കിയിട്ടാൽ മതി കേട്ടോ. റീജൻ ഓൺ ആക്കിയിട്ടാൽ നമുക്ക് തിരിച്ച് ചാർജും കയറും, അതുകൂടാണ്ട് വണ്ടി തന്നെ ബ്രേക്കും ചെയ്യും. കണ്ടോ, നമ്മളായിട്ട് ബ്രേക്ക് ചെയ്യണ്ട, തന്നെ വണ്ടി തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തോളും. അപ്പോൾ ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് ഈസി, നല്ല രീതിയിൽ കൺട്രോളബിളാണ്, നല്ല രസമാണ് വണ്ടി ഓടിച്ച് കിടക്കാൻ. പിന്നെ ഈ വണ്ടിയുടെ ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുന്ന ടയേഴ്സാണ്. MRFിൻ്റെ ഒരു ടയേഴ്സാണ്, നല്ല ടയേഴ്സാണ്. ടയേഴ്സും ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ മച്ച് ഇംപ്രൂവ്ഡ് ആണ്. ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ പഴയ ഇവരുടെ വേർഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻസാണ് ഇവർ കൊണ്ടുവന്നേക്കണേ. 4 കളർ വേരിയൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 4 കളർ വേരിയൻസിലാണ് ഈ വണ്ടി അവർ അവൈലബിൾ ആക്കിയേക്കണം. അത് നിങ്ങൾക്ക് ഷോറൂമിൽ പോയാൽ അവിടെ എല്ലാ കളേഴ്സും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. അവിടെ മാക് 2ഉം അതുകൂടാണ്ട് ഈ ഒരു സൂപ്പർ സ്ട്രീറ്റും രണ്ടും അവർ അവിടെ ഡിസ്പ്ലേക്കും ടെസ്റ്റ് റൈസും എല്ലാണ്ട്. ബുക്കിംഗ് ഒക്കെ ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് അവർ ഓപ്പൺ ആക്കിക്കണേ. ഡയറക്റ്റ് ഷോറൂമിൽ വന്നാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബാക്ക് സസ്പെൻഷൻ നമുക്ക് കുറച്ച് കുലുക്കം ഫീൽ ചെയ്യും, ഫ്രണ്ട് ഇറ്റ്സ് ഫൈൻ. ബട്ട് ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ അത് വെച്ച് ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. കണ്ടോ, തന്നെ ബ്രേക്ക് ചെയ്യണം. R9 ഇട്ടാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കുന്നത് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഇതങ്ങ് ഓണാക്കിയിട്ടാൽ മതി. പിന്നെ നമ്മൾ ബ്രേക്കേ പിടിക്കേണ്ട, റീജൻ വെച്ച് തന്നെ വണ്ടി തന്നെ നമുക്ക് തിരിച്ച് ചാർജും കയറും, നമുക്ക് ഈസി ആവും. ഓ മാഡിയോ കയറി അങ്ങ് പോവാ, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു ഓൺ ദിസ് ബാലസ്റ്റിക് മോഡ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് വണ്ടി എപ്പോഴും എനിക്കിഷ്ടമുള്ള ഒരു മെയിൻ കാരണം അതിൻ്റെ ആ ഒരു ടോർക്ക് ഡെലിവറി തന്നെയാണ്, ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഡെലിവറി തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ്, ദാറ്റ് വാസ് അവർ ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ഓഫ് ദ സൂപ്പർ സ്ട്രീറ്റ്. അപ്പോൾ ഷോറൂം മറക്കേണ്ടത് ഈ ഹൈവേയുടെ തൊട്ട് സൈഡിൽ കാണുന്ന ഷോറൂമാണ് നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ ഷോറൂം. സോ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ബാലസ്റ്റിക് മോഡ് മാക് 2 കുറച്ച് അഗ്രസീവ് ആണെങ്കിൽ സൂപ്പർ സ്ട്രീറ്റിൽ കംഫർട്ടബിളായി ഇരുന്നിട്ട് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. റീജനറേഷനും ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താലും നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ബൈക്ക് ഇത്രയും എൻജോയബിൾ ആവണത് ഈ ഒരു F77 ഓടിച്ചപ്പോഴാണ്. ആ ഒരു 100 Nm ഓഫ് ടോർക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. F77 ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇവിടെ വന്ന് നിങ്ങൾക്ക് F77 മാക് 2ഉം സൂപ്പർ സ്ട്രീറ്റ് 2 ഓടിച്ചു നോക്കാം. ഇതിൻ്റെ IDC റേഞ്ച് പറയുന്നത് 323 km ആണ്. ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.99 lakhs ആണ്. അതിന് വന്ന റേഞ്ച് എന്ന് വെച്ചാൽ 211 km ആണ് IDC റേഞ്ച് പറഞ്ഞേക്കണത്. ഇതിൻ്റെ പ്രൈസ് അതായത് 323 റേഞ്ച് വരുന്ന വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.99 lakhs ആണ്. എക്സ് ഷോറൂം പ്രൈസ് തന്നെ. അപ്പോൾ ഇവിടെ വന്ന ടെസ്റ്റ് റൈഡ്സ് ബുക്കിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ പവർ ശരിക്കും സൂപ്പർ സ്ട്രീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവരുടെ F77 വൺ ഓഫ് ദ എന്താ പറയുക ബെസ്റ്റ് കംഫർട്ടബിൾ റൈഡിങ് പൊസിഷനുള്ള ഒരു ബൈക്ക് എന്ന് പറയാം. അതായത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു 100 Nm ഓഫ് ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടാണ്ട് കംഫർട്ടബിളായി ഇരുന്ന് ഓടിക്കുകയും ചെയ്യാം മാക് 2വിനേക്കാളും. സോ ഇതാണ് നമ്മുടെ 2 വണ്ടികൾ, നമ്മുടെ അൾട്രാവെലിൻ്റെ 2 വണ്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് റൈഡ്സ് ബുക്കിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ അൾട്രാവെലിൻ്റെ ഷോറൂമിൽ വരാം. പാടിയെടുത്തുള്ള നമ്മുടെ ഹൈവേ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ബുക്കിങ്സും ടെസ്റ്റ് റൈഡ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്? ഇത് മാക് 2 F77 മാക് 2 ആണോ അതോ സൂപ്പർ സ്ട്രീറ്റ് ആണോ എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ വയ്ക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയുന്നതായും മറ്റേ നിങ്ങൾ സ്വന്തം